പോട്ട ബാങ്ക് കവർച്ചാ കേസിൽ നിർണായക വഴിത്തിരിവ്. മോഷണശേഷം പ്രതി രക്ഷപ്പെട്ടത് തൃശൂർ ഭാഗത്തേക്കെന്ന് കണ്ടെത്തൽ. അന്വേഷണം വഴിതെറ്റിക്കുന്നതിന് വേണ്ടി പ്രതി ആദ്യം എറണാകുളം ഭാഗത്തേക്ക് സഞ്ചരിച്ച ശേഷം തിരികെ തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്നു. എന്നാൽ പ്രതിയുടെ വാഹനം സംബന്ധിച്ച് വിശദാംശങ്ങൾ ഒന്നും തന്നെ ഇതുവരെയും പോലീസിന് ലഭ്യമായിട്ടുമില്ല. പ്രതിയെ എപ്പോൾ പിടികൂടാൻ കഴിയും? നമുക്ക് പരിശോധിക്കാം. MS ലിഷോയി ഈ വാർത്ത ആദ്യമായി ഇന്നലെ കേരളത്തെ അറിയിച്ച ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നുണ്ട്. ലിഷോയി, ഇപ്പോൾ നേരത്തോടെ നേരമാവാൻ പോവുകയാണ്. എന്തെങ്കിലും കാര്യമായിട്ടുള്ള ലീഡ് പ്രതിയെക്കുറിച്ച് പോലീസിന് ലഭ്യമാണോ? ഇങ്ങനെ റൂട്ട് മാറ്റി പിടിക്കാനുള്ള പോലീസിനെ വട്ടം ചുറ്റിക്കുന്ന സമർത്ഥനായ പ്രതിയാണ്. കേരളം വിട്ടുപോകാനുള്ള സാധ്യത മലയാളിയാണോ അതല്ല മറ്റ് സംസ്ഥാനക്കാരാണോ? എന്താണ് ഇപ്പോൾ ഈ സംശയങ്ങളും നിഗമനങ്ങളും അതിൽ ചുറ്റി നിൽക്കുകയാണോ? എന്താണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന മറ്റെന്തെങ്കിലും വിവരങ്ങൾ? പ്രജീഷ്, ഇന്നലെ റൂറൽ SP സ്ഥലം സന്ദർശിച്ച ശേഷം അദ്ദേഹം പ്രതികരിച്ചിരുന്നു. അതായത് പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട്, പോലീസ് ഉടനടി തന്നെ പ്രതിയെ പിടികൂടും എന്നുള്ള വളരെ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ഒരു പ്രതികരണമാണ് റൂറൽ SPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ ആ പ്രതികരണത്തിൻ്റെ ഒരു ആഴം അത് അത്രത്തോളം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അത്രത്തോളം ആത്മവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിൽ പോലീസിന് അങ്ങോട്ടേക്ക് എത്താനായി കഴിഞ്ഞില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ ഇതുവരേക്കും ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. സ്വാഭാവികമായും ഒരു കുറ്റകൃത്യം നടന്ന് 24 മണിക്കൂർ തികയുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇന്നലെ 2:15 ഈ 2:13 ഇത് ഈ ബാങ്കിൽ കവർച്ച നടന്നത്. ആ ഒരു സമയത്ത് ആ സമയമാകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനിയും സമയമുണ്ട്, അല്ലെങ്കിൽ ഈ പ്രതിയെ പിടികൂടുന്നതിലേക്ക് തങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു ഭാഗമായി പറയുന്നത്. പക്ഷേ അപ്പോഴും നമ്മൾ ഈ അന്വേഷണ സംഘത്തിലുള്ള പല പോലീസ് ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പ്രതി ഒരുപക്ഷെ ഒരു പ്രൊഫഷണൽ മോഷ്ടാവായിരിക്കില്ല, പക്ഷേ അതേസമയം തന്നെ അത് കൃത്യമായ ആസൂത്രണം ചെയ്ത് ഒരു മോഷണം നടത്തുന്നതിന് വേണ്ടി വന്ന ഒരു ആളാണ് എന്ന് തന്നെയാണ് ഉറപ്പിച്ച് അവർ പറയുന്നത്. അതിന് പറയാനായ ഒരു കാരണമുണ്ട്. അതായത് യാതൊരു വിധത്തിലും ഈ പ്രതിയുടെ ഒരു ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താത്ത രീതിയിലുള്ള ഒരു മോഷണമാണ് അവിടെ നടന്നത്. CCTV ക്യാമറകൾ ചുറ്റുപാടും, അതായത് ബാങ്കിന് ചുറ്റുപാടുമുണ്ട് എങ്കിൽ പോലും യാതൊരു വിധത്തിലും ആ പ്രതി വന്ന വാഹനത്തിൻ്റെ നമ്പർ പോലും പോലീസിന് കണ്ടുപിടിക്കാനായി കഴിഞ്ഞില്ല എന്നുള്ളത്, അതാണ് കൃത്യമായി പ്ലാൻ ചെയ്തു വന്നതാണ് എന്നുള്ള പോലീസിൻ്റെ ആ ഒരു നിഗമനത്തിലെത്താൻ കാരണം. അതുമാത്രമല്ല, തൊട്ടടുത്ത, അതായത് ഈ പണം എടുക്കാനായി, ഈ കവർച്ച നടത്താനായി ബാങ്കിനകത്തേക്ക് കടന്ന രീതി, സ്വാഭാവികമായ ഒരു ഇടപാടുകാരൻ ബാങ്കിനകത്തേക്ക് എങ്ങനെയാണോ കടന്നു ചെല്ലുന്നത് ആ ഒരു അത് പട്ടാപ്പകൽ, അത് കേരളത്തിൽ വലിയ സംഭവമാണ്. കേരളം എന്ന് പറയുന്നിടത്ത് ഏതോ ഒരുത്തൻ വന്ന് ബാങ്കിൽ ജീവനക്കാരെ ബന്ദികളാക്കി കത്തിമുനയിൽ നിർത്തി കവർന്ന് എങ്ങോട്ടോ പോയി. പോലീസ് ആ പ്രതിക്കായി നെട്ടോട്ടം ഓടുകയാണ്. എന്തൊരവസ്ഥ! നമ്മോടൊപ്പം ജോർജ് ജോസഫ് കൂടി ചേരുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കേരളം പോലെ എല്ലാ നെറ്റ്വർക്കിലാൽ ബന്ധിതമായിട്ടുള്ള സുരക്ഷയുടെ പേരുകേറ്റ പറുദീസ, ആ പറുദീസയിൽ എന്താണ് നമ്മൾ മുടക്കി വെച്ച കോടിക്കണക്കിന് രൂപയുടെ മൂന്നാം കണ്ണ്, AI ക്യാമറകൾ പലയിടത്തും സ്ഥാപിച്ച നഗരം. അങ്ങനെ ഒരു നഗരത്തിലാണ്, അതും പട്ടാപ്പകൽ ഒരു ബാങ്കിൽ ജീവനക്കാരെ മുൾമുനയിൽ നിർത്തി. നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ കേട്ടിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ. മറ്റൊന്നും സംഭവിക്കാത്തത് എന്തായാലും ഭാഗ്യം. ആർക്കും ജീവഹാനിയൊന്നും സംഭവിച്ചില്ല, അത് വലിയ ഭാഗ്യം. അപ്പോൾ ഈ പോലീസിന് ഈ പ്രതി ഇപ്പോൾ വട്ടം കറക്കുകയാണ്. അങ്ങോട്ട് പോയെന്ന് പറയുന്നു, എറണാകുളം പോയെന്ന് പറയുന്നു, അങ്ങോട്ട് പോയി, പിന്നെ ട്രെയിനകത്ത് പോയെന്ന് പറയുന്നു, ഹിന്ദി സംസാരിച്ചു, ഇനി ഹിന്ദി ഭാഷക്കാരൻ അന്യ സംസ്ഥാനക്കാരനാണോ? അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ. എന്തെങ്കിലും ഒരു ലീഡ് കാര്യമായിട്ട് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അതല്ല എന്താണ് സംശയിക്കേണ്ടത്? താങ്കളുടെ അനുമാനങ്ങൾ എന്താണ്? ഇത് നല്ല ക്ലെവറായ ഒരു ഓപ്പറേഷൻ അല്ലേ? അത് അത്ര ക്ലെവറായ ഒരു ഓപ്പറേഷന് ഒരു മലയാളിക്ക് കഴിയുള്ളെന്നാണ് എൻ്റെ പ്രാഥമിക നിഗമനം. കാരണം 3 മിനിറ്റ് അകത്ത് അയാളുടെ ആക്ഷനുള്ളൂ. അപ്പോൾ ആ ബാങ്കിൻ്റെ പ്രവർത്തനം നന്നായിട്ട് മനസ്സിലാക്കിയ ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഉച്ചയ്ക്ക് ആ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് എത്ര സ്റ്റാഫ് ഉണ്ടെന്ന് അവർക്കറിയാം. ഇതൊക്കെ പരീക്ഷിച്ചിട്ടുണ്ട്. 2 പേര്, ഒരു പെൺകുട്ടിയും. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ വന്നയാൾ അവിടെ കയറിയതും ആ 2 പേരെ ശുചിമുറി പൂട്ടിയിട്ടതും. അത് തന്നെയാണ്, ചെറിയൊരു കത്തി മാത്രമാണ് കയ്യിൽ കണ്ടത്. പക്ഷേ ആളെ ഒരു തരത്തിലും നേരിട്ട് കാണുകയാണ് ആൾക്കാരെ. ഈ 3 ആൾക്കാരും എംപ്ലോയീസും കണ്ടു, പക്ഷെ തിരിച്ചറിയാൻ കഴിയുന്നില്ല.
ഹെൽമറ്റുണ്ട്, കയ്യിൽ ഗ്ലൗസ് ഉണ്ട്, മുഖം കണ്ണു മാത്രമേ കാണുന്നുള്ളൂ, പിന്നെ ഒരു ബ്ലാക്ക് ജാക്കറ്റുണ്ട്, ബാഗിൽ ഒരു ബാഗ് പുറകെ തൂക്കിയിട്ടിട്ടുണ്ട് പൈസ കൊണ്ടുപോകാൻ, ഷൂ ധരിച്ചിരിക്കുന്നു. വന്നത് ഒരു ബൈക്കിലാണ് അല്ലെങ്കിൽ ഒരു 2 വീലറിലാണ്. പക്ഷെ വന്ന് ഓപ്പറേഷൻ പെട്ടെന്ന് തീർന്ന് 45 ലക്ഷം രൂപ ക്യാഷ് കൗണ്ടറിൽ ഉണ്ടായിട്ട് അവിടുന്ന് 15 ലക്ഷമേ കൊണ്ടുപോയുള്ളൂ. അന്നേരം തൊട്ടടുത്ത മുറിയിൽ നിന്ന് ഇയാൾ ഒരു ശബ്ദം കേട്ടിരിക്കും എന്നാ പറയുന്നത്. ശുചിമുറി ഇരുന്ന ഒരാൾ വെളിയിലേക്ക് ഫോൺ ചെയ്തിട്ട് ഷട്ടർ താത്തിടാൻ അഭ്യർത്ഥിച്ചതായിട്ടാണ്. അതുകൊണ്ട് ധൃതി പിടിച്ച് പിന്നെ മതി, കിട്ടിയ സാധനമായിട്ട് അയാൾ പോവുകയാണ്. അവിടെ ശ്രീ ജോർജ് ജോസഫ്, ക്രൈം സീൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന്റെ സമയം ആ പ്രതി ഉപയോഗിക്കുന്ന കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സമയമടക്കം പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ ആസൂത്രിതമായി തന്നെ ചെയ്തതാണ്. അപ്പോൾ നേരത്തെ തന്നെ ബാങ്കുമായി ബന്ധപ്പെട്ട് നിരീക്ഷണം നടത്തിപ്പോയ ആളാണോ? പിന്നീട് ഈ പറഞ്ഞുവല്ലോ ചില ആശ്ചര്യങ്ങൾ, കാരണം 3 ബണ്ടിൽ നോട്ടുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ, മറ്റ് ബണ്ടിൽ നോട്ടുകളുണ്ട്. പിന്നീട് ഈ പറയുന്ന അവിടെയുള്ള ആളുകൾ മറ്റ് ഒരു തരത്തിലും ബലപ്രയോഗം നടത്താനോ ഏതെങ്കിലും തരത്തിലൊരു അറ്റൻഷൻ മറ്റു രീതിയിൽ കൊണ്ടുവരാനോ ശ്രമിച്ചില്ല എന്നുകൂടിയുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണോ? അതൊരു ഗൗരവമുള്ള വസ്തുതയാണോ? അതല്ല ആ ഒരു സമയത്തുണ്ടാകാവുന്ന ഒരു അപ്സെറ്റ് ആകുന്ന ഒരു അവസ്ഥയാണോ? അത് അവർ അപ്സെറ്റായെന്ന് പറയാൻ ഒക്കില്ല. ഒരാൾ പെട്ടെന്ന് മുറിയിലോട്ട് കയറി, മറ്റേ ആൾ ഒരു 2-3 സെക്കൻഡ് അയാളോട് എന്തോ പറയുന്നുണ്ട്. അന്നേരം അയാൾ കൈ ചൂണ്ടിയിട്ട് അങ്ങോട്ട് അകത്തോട്ട് കയറെന്ന് പറയുന്നുണ്ട്, കയ്യിൽ കത്തിയുണ്ട്. അങ്ങനെ രണ്ടാമത്തെ ആളും കയറിയിട്ട് അവിടെ ലോക്ക് ചെയ്തപ്പം അവിടെ നിന്ന് ഒരു ചെയറിൻ്റെ അതിൻ്റെ കാല് ആ വാതിലിൻ്റെ ഇടയ്ക്ക് ആ ഗ്യാപ്പിനകത്ത് കയറ്റി അവർക്ക് വെളിയിൽ ഇറങ്ങാത്ത പോലെ ആക്കി വെച്ചു. അതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തതായിരിക്കും, സമയത്ത് തോന്നിയതല്ല. ഇത് വെൽ പ്ലാൻഡ് ആണെന്നാണ് ഞാൻ പറയുന്നത്. ഇനി അപ്പുറത്തെ മുറിയിൽ നിന്ന്, ശുചിമുറിയിൽ നിന്ന് വെളിയിൽ ആരോ വിളിച്ച് ഷട്ടർ ഇടണം എന്ന് പറഞ്ഞത് കേട്ടത് കൊണ്ടല്ലേ പെട്ടെന്ന് 45 ലക്ഷം എടുക്കാൻ കിട്ടിയതുമായിട്ട് ഓടിയത്. അന്നേരം വേറൊരു കാര്യമുണ്ട്, ആ പറഞ്ഞത് മലയാളത്തിലാണല്ലോ. അപ്പോൾ ഈ കേട്ടയാൾക്ക് മലയാളം മനസ്സിലാവുമോ? അവിടെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മലയാളിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഇയാൾ കേരള പോലീസിനെ പറ്റി നന്നായിട്ട് പഠിച്ചിരിക്കുന്നു. കാരണം കേരള പോലീസ് അടുത്ത കാലത്ത് എല്ലാ കേസുകളും CCTV ദൃശ്യം ഇല്ലെങ്കിൽ കേസ് പിടിക്കാൻ സാധ്യത കുറവ്. പഠിച്ചിരിക്കുന്നതാണ്. മലയാളി പഠിച്ച ഞാനും പഠിച്ചിരിക്കുന്നത് അങ്ങനെയാണ്, ഇപ്പം പഠിച്ചിരിക്കുന്നത്. കാരണം CCTV ദൃശ്യം വേണം. ആദ്യം ഇങ്ങനെ മലയാള 400, 500, 600 കിലോമീറ്റർ നീളത്തിലുള്ളതെല്ലാം പരിശോധിച്ച് കളയും. അങ്ങനെ എന്തെങ്കിലും കിട്ടിയെങ്കിൽ മാത്രമേ ആളെ ബുക്ക് ചെയ്യാൻ. ജോർജ് ജോസഫ്, ഒരുപക്ഷെ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ പിന്നീടോ പോലീസ് ഈ പ്രതിയെ പിടികൂടുമായിരിക്കാം, പ്രതിയെ പ്രൊഡ്യൂസ് ചെയ്യുമായിരിക്കാം. പക്ഷേ ഒരു കാര്യത്തിൽ അത്ഭുതം തോന്നില്ലേ? നമ്മുടെ നാട്ടിലും ഇത് സംഭവിക്കും. ഒരു ക്രൈം നടന്നു കഴിഞ്ഞു, ഒരു റോബറി നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യം അത് അത്ഭുതപ്പെടുത്തുന്നില്ലേ? അതാണ് ഞാൻ പറയുന്നത്. ആ ടൈം സെലക്ഷൻ നമ്മൾ ആലോചിക്കണം. എത്ര ഫാസ്റ്റായിട്ട് അയാൾ ആക്ട് ചെയ്തു. കിട്ടിയ 3 മിനിറ്റ് അതിൻ്റെ അകത്തുണ്ടായിരുന്നുള്ളൂ. മൊത്തം 10 മിനിറ്റിൻ്റെ നാടകമാണ് ഞാൻ കണ്ടത്. വരുന്നത് എന്ത് കൂളായിട്ട് വന്ന് ആ ബൈക്ക് റോഡ് സൈഡിൽ വെച്ചപ്പോൾ ആ റോഡ് സൈഡിൽ അപ്പുറത്ത് ഇപ്പുറത്ത് കിടക്കുന്ന വണ്ടി ആരുടെയാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് നോക്കണം. കാരണം ഇയാളുടെ വാഹനത്തിൽ ഇയാൾക്ക് തിരിച്ചു പോകാൻ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ, ഇയാൾക്ക് ഓടി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഈ വാഹനത്തിൽ ചിലപ്പം പോകാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ വന്നാൽ പിന്നെ എന്തു ചെയ്യും? പിടിക്കപ്പെടും. പക്ഷേ ഇത്രയും ബുദ്ധിപൂർവ്വം ഒരു ഓപ്പറേഷൻ നടത്തുന്ന ആൾ പിടിക്കപ്പെടാതിരിക്കാനുള്ള തന്ത്രം അയാളുടെ കയ്യിലുണ്ടോ? അപ്പുറത്ത് ഇപ്പുറത്ത് കിടക്കുന്ന വാഹനം എന്തായാലും പോലീസ് പരിശോധിക്കണം. ആരായിരുന്നു, എന്തായിരുന്നു, അത് വാഹനം എപ്പം കൊണ്ട് ഇട്ടു, എപ്പം പോയി, അതെന്തായാലും നോക്കിയേ പറ്റുള്ളൂ. ഇയാൾക്ക് വാഹനം കിട്ടിയില്ലെങ്കിൽ ഒരു കാറിലെങ്കിലും രക്ഷപ്പെടണ്ടേ? പിടിക്കപ്പെടില്ലേ? പിന്നെ അവിടുന്ന് അങ്കമാലിയിലോട്ട് പോയി ഇയാൾ ബൈക്കിൽ അങ്ങോട്ട് പോട്ട ജംഗ്ഷനിലോട്ട് പോയി, പോട്ട ജംഗ്ഷനിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോയി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോലീസിനെ വട്ടം കറക്കാൻ വേണ്ടി കറക്കുന്നുണ്ട്. അതിനുശേഷം ഇട റോഡിൽ കൂടെ പോയതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ ഈ വാഹനം വെച്ച് ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം അത് മോഷണ വണ്ടിയായിരിക്കും. അത് ഞങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരുടെ പോലും വണ്ടി എടുക്കില്ല. മോഷണ വണ്ടി തന്നെയാണ്. പക്ഷേ മോഷണ വണ്ടി എപ്പോഴാണ്, എവിടുന്ന് പോയ വണ്ടിയാണ്, ചിലപ്പോൾ അവിടുന്ന് ആയിരിക്കത്തില്ല, ചിലപ്പോൾ 4 ജില്ല അകലത്തായിരിക്കാം. അത് മുഴുവൻ പോലീസ് കണ്ടെത്തി വരണം. ഇത് സപ്ലൈ ചെയ്ത് ഏത് 2 വീലറിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറാണ്, അത് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം 8-10 ദിവസങ്ങൾ പിടിക്കും. പക്ഷേ
അതൊക്കെ അയാൾക്കറിയാം. ഒരു തരത്തിലും ഐഡൻറ്റിറ്റി അറിയാതിരിക്കാനുള്ള വേലകൾ ഇദ്ദേഹത്തുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇയാൾ ഈ 2 വീലറെ എവിടെയെങ്കിലും സൗകര്യത്തിനെ കൊണ്ട് വെച്ച് ഒരു ഇട റോഡിൽ എവിടെയെങ്കിലും അയാൾക്കത് നേരത്തെ അറിയാം, ചുമ്മാ കൊണ്ട് വെക്കുന്നത്, നേരത്തെ എല്ലാം പ്ലാൻഡാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടം കറങ്ങി അവിടെ കൊണ്ട് വെച്ചിട്ട് ഹെൽമെറ്റും ഈ സാധനങ്ങളിൽ ഏതെങ്കിലും പറമ്പിലോട്ട് വലിച്ചെറിഞ്ഞിട്ട് ഇയാൾ ഇട്ടിരിക്കുന്ന വേഷത്തിനകത്ത് ഒരു ഫുൾ സ്ലീവ് വെള്ള ഷർട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ പാൻറ്റും വെള്ള ഷർട്ടും ഇട്ടുകൊണ്ട് അങ്ങ് പോകും. അതിനകത്ത് ബാഗും ചിലപ്പം അയാൾ ഉപേക്ഷിച്ച് കളയും, ബാഗ് തൂക്കി നടക്കും. ഒന്ന് പരിശോധിക്കാം. ജോർജ് ജോസഫ് തുടരുക. ലിഷോയി കൂടി ചേരുന്നു. ലിഷോയി, ഈ ബാങ്കുമായി ഇപ്പോൾ മടങ്ങിയെത്താൻ സനീഷ് MLA, ചാലക്കുടി MLA ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ സനീഷ്, ഇപ്പോൾ നേരത്തോട് നേരമാകാൻ പോവുകയാണ് ഈ സംഭവം. ഗുരുതര കുറ്റകൃത്യം, ബാങ്ക് കവർച്ച നടന്നിട്ട് ഇപ്പോൾ പ്രതിയെ ഇതുവരെയും പോലീസിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഡീറ്റെയിൽസ്, പ്രതിയിലേക്ക് എത്താൻ പറ്റുന്ന മറ്റെന്തെങ്കിലും ലീഡ് നിങ്ങളുടെ അറിവിലുണ്ടോ? എന്താണ് അവിടുത്തെ സാഹചര്യങ്ങൾ? പോലീസ് സാധ്യമായ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ടെന്നാണ് അവർ ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത്. അവർക്ക് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അവരതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അവിടുന്ന് അറിയാൻ കഴിഞ്ഞത്. ബാക്കി കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും അന്വേഷണത്തിന്റെ പരിധിയിലായതുകൊണ്ട് വെളിപ്പെടുത്താൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ളതാണ്. അവർ എല്ലാ പഴുതുകളും അടച്ചുള്ള അന്വേഷണം നടത്തുന്നു എന്നാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം. ശ്രീ സനീഷ്, ഒരു കാര്യം കൂടി, ഇപ്പോൾ നമ്മൾ പറഞ്ഞുവല്ലോ അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടുതലായി പോലീസ് പങ്കുവയ്ക്കുന്നില്ല. അതൊക്കെയും ശരിയായിരിക്കാം. പക്ഷേ ഈ സുരക്ഷ സംബന്ധിച്ചൊക്കെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഈ ബാങ്കിൽ സംഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ജില്ലയിൽ നേരത്തെയും ഞെട്ടിപ്പിക്കുന്ന ബാങ്കുമായി ബന്ധപ്പെട്ട് ATM കവർച്ചയടക്കം നടന്ന ഒരു ജില്ലയാണ്, മേഖലകളൊക്കെയാണ്. അപ്പോൾ വേണ്ടുന്ന ജാഗ്രത, ഇതുപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു ബാങ്കിൽ സുരക്ഷാ ജീവനക്കാരനില്ല എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമല്ലേ? അപ്പോൾ ഗുരുതരമായ വീഴ്ച അത്തരം കാര്യങ്ങളിൽ സംഭവിച്ചിട്ടില്ലേ? വളരെ ജനങ്ങൾ, അതായത് ഒരു ഇന്ത്യയുടെ ഭാഗത്തുള്ളതല്ല, ഒരു നഗരഹൃദയത്തിന് അടുത്തുള്ള ഒരു സ്ഥലമാണ്. അവിടെ എപ്പോഴും ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥലത്ത് സുരക്ഷ എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റി ജീവനക്കാരന്റെ ഒരു അഭാവത്തെക്കാൾ ഉപരി ഇത്തരം പ്രതികൾക്ക് അല്ലെങ്കിൽ ഇത്തരം കുറ്റവാളികൾക്ക് ഇത് ചെയ്യാനുള്ള ഒരു ധൈര്യം നമ്മുടെ നാട്ടിൽ കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ഇത് ഇങ്ങനെ ആവർത്തിച്ചാൽ ബാക്കിയുള്ള ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? അതാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് MLA. അതായത് ഇവിടെ പ്രതി ഒരുപക്ഷെ പിടിച്ചേക്കാം, അടുത്ത നിമിഷത്തിൽ പോലീസിന്റെ വൈദഗ്ധ്യമൊക്കെ കേരള പോലീസിന് നെറ്റ്വർക്ക് ഉപയോഗിച്ച് പിടിച്ചേക്കാം. പക്ഷേ ഒരു ക്രൈം നടത്താൻ കഴിഞ്ഞിരിക്കുന്നു പട്ടാപ്പകൽ എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊന്നും സംഭവിച്ചില്ല, ജീവഹാനിയോ മറ്റോ ഒന്നും തന്നെ ആർക്കും സംഭവിച്ചിട്ടില്ല. സാധാരണ ഇത്തരത്തിലുള്ള കവർച്ചാ സംഘങ്ങൾ വരുന്ന രീതിയുണ്ടല്ലോ. അപ്പോൾ എന്തും ഏതു നേരവും വന്ന് ചെയ്ത് പോകാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ ഈ കേരളത്തിലുണ്ട്. അങ്ങനെ ക്രമസമാധാന പ്രശ്നമായത് പോലും നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന ഒരു വല്ലാത്ത ഒരു സാഹചര്യമല്ലേ ഇത്? തീർച്ചയായിട്ടും അതാണ് ഞങ്ങളെയൊക്കെ ഭയപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. പോലീസ് കുറെ കൂടി കേരളത്തിലെ പോലീസിനെ കുറിച്ച് അല്ലെങ്കിൽ കുറ്റവാളികൾക്ക് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ എന്തും ചെയ്യാം എന്നുള്ള ധാരണയിൽ നിന്ന് മാറി കേരളത്തിലെ പോലീസ് സംവിധാനവും അത്തരത്തിൽ ഉള്ള നടപടികളാണ്. ഒരു കാലഘട്ടത്തിൽ പോലീസ് അങ്ങനെ ആയിരുന്നു. പക്ഷേ ഇന്ന് പലപ്പോഴും രാഷ്ട്രീയപരമായ ഇടപെടലുകൾ, ഗവൺമെന്റിന്റെ അത്തരത്തിലുള്ള സമീപനങ്ങളാണ് ഇത്തരത്തിൽ ഗുണ്ടകൾക്കും കൊള്ളക്കാർക്കും എന്തും ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ നാട് പോകുന്നതിന്റെ ഏറ്റവും പ്രധാന പ്രശ്നം. അതിലാണ് മാറ്റം വരുത്തേണ്ടത്. കേരളത്തിലെ പോലീസ് സംവിധാനം കുറെ കൂടി പഴുതടച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ, കുറ്റവാളികൾക്ക് ഭയമുണ്ടാകുന്ന തരത്തിൽ ഉള്ളൊരു സാഹചര്യങ്ങൾ ഉണ്ടാകണം. പ്രത്യേകിച്ച് സാങ്കേതികവിദ്യ ഇത്രയധികം വളർന്നൊരു കാലഘട്ടത്തിൽ എല്ലാ സ്ഥലത്തും CCTV അടക്കമുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇതുപോലെ റോഡുകൾ നിരീക്ഷിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട്. ആ സംവിധാനം ഉള്ള ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു വലിയ കുറ്റകൃത്യം ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അത് വളരെ ഗൗരവതരമായ വിഷയമാണ്. അതാണ് നമ്മൾ ചർച്ച ചെയ്യുകയും തിരുത്തൽ വരുത്തേണ്ട സ്ഥലത്ത് തിരുത്തൽ വരുത്തേണ്ടതും അത്തരം സംവിധാനങ്ങളിലാണ് തിരുത്തൽ വരുത്തേണ്ടത്. യെസ്, തീർച്ചയായും വളരെയധികം നന്ദി MLA പ്രതികരിച്ചതിന്. അതാണ് ലിഷോയിലേക്ക് ഒരിക്കൽ കൂടി. ലിഷോ, ഈ ബാങ്കിന്റെ ഭാഗത്ത് നിന്നും ഈ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു ഗൗരവം കാട്ടിയില്ല എന്നുള്ളതോ ഉണ്ടോ? മറ്റൊന്ന് പ്രധാനപ്പെട്ടത് പോലീസിൻ്റെതാണ്. പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഇതൊക്കെ സംഭവിക്കാമെന്ന് മുൻകൂട്ടി കാണണം. പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ തന്നെ അതുവഴി ഒരാൾക്ക് ഏത് നേരവും വന്ന് എങ്ങനെയും എന്തും കാട്ടിയിട്ടും പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ട്. നമ്മൾ ഉത്തരേന്ത്യയിൽ വീണ്ടും ആവർത്തിക്കുന്നു. അന്യയിടങ്ങളിലൊക്കെ കണ്ടെത്തിയതുപോലെ കേരളവും മാറുന്നു. കേരളത്തെയും അങ്ങനെ ചൂഷണം
എല്ലാം ചെയ്യാം എന്നൊരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ എവിടെയൊക്കെ മറ്റ് പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്? ടിഷുവിലേക്ക് മടങ്ങിയെത്താം. ഓഡിയോ പ്രശ്നമുള്ളതുകൊണ്ട് ശ്രീ ജോർജ് ജോസഫ്, അതാണ് നമ്മൾ അവിടെയാണ് അറ്റൻഷൻ കൊടുക്കേണ്ടത്. ഇത് കേരളത്തിൽ നമ്മൾ വ്യത്യസ്തമായ സംഭവം, സമാനതകളില്ലാത്ത സംഭവം എന്ന് പറയുമ്പോൾ നമ്മുടെ സുരക്ഷാ പാളിച്ച, സുരക്ഷാ സംവിധാനങ്ങൾ അത് പ്രധാനപ്പെട്ടതാണ്. അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, ഈ ബാങ്കിൽ ഒരു സെക്യൂരിറ്റി ഇല്ലാത്ത സാഹചര്യം അത് ഗൗരവത്തോടെ കാണേണ്ടതല്ലേ? അവിടെ അലർട്ടുണ്ട്, അവിടെ ബാങ്ക് റോബറികൾ നടക്കുന്നു, ATM റോബറികൾ നടന്ന ജില്ലയാണ്. അതും അങ്ങ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഗുരുതര കുറ്റകൃത്യ സ്വഭാവമുള്ള ആളുകൾ വന്ന് തമ്പടിച്ച് പോയ ഒരിടമാണ്. അപ്പോൾ അവിടെ ഒരു പ്രത്യേക അലർട്ട് വേണ്ടതായിരുന്നില്ലേ? അത് തീർച്ചയായിട്ടും ബാങ്കിൻ്റെ ഭാഗത്തൊരു വീഴ്ച തന്നെയാണ്. അവിടെ സെക്യൂരിറ്റി ഒരാളെ ഉച്ചയ്ക്ക് ഉണ്ണുന്ന സമയത്ത് സെക്യൂരിറ്റി അലർട്ട് ആവുമല്ലോ. അന്നേരം ഇതുപോലെ വന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ ഇന്നിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ സംഭവത്തിന് ശേഷം ഒരു സെക്യൂരിറ്റി എവിടേക്ക് എത്തിച്ചിട്ടുണ്ട് അവര് ഹെഡ് ഓഫീസിൽ നിന്ന്. അതൊരു പാഠം പഠിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് അവർ കൊണ്ടുവന്നത്. ഏതായാലും ഇത് മറ്റു ബാങ്കുകാരെല്ലാം ശ്രദ്ധിക്കണം. ഇതുപോലുള്ള ടൈമിൽ വളരെ വയസ്സായിട്ടുള്ള ഓപ്പറേഷൻ നമുക്കൊരു സെക്യൂരിറ്റിക്കാരനുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് തടയാൻ പറ്റും. ഇവിടെ അത് പറ്റിയില്ല. അത് തന്നെയല്ല, NH സൈഡിലുള്ള ബാങ്കാണ്. എത്ര തിരക്കുള്ള സ്ഥലത്താണ് ഈ ഓപ്പറേഷൻ നടന്നിരിക്കുന്നത്. അതെന്തായാലും ക്ലാസിക് ഓപ്പറേഷൻ തന്നെ പറയാം. അല്ല പിടിച്ചാലും ശരി, പിടിച്ചില്ലെങ്കിൽ ശരി, ഒരു ക്ലാസിക് ഓപ്പറേഷൻ. ഇത് ടൈം ബൗണ്ടായിട്ട് 3 മിനിറ്റിനകം ചെയ്ത് തീർക്കും. പണി ചെയ്ത് തീർത്തിട്ട് രക്ഷപ്പെട്ടു പോവുകയാണ്. കാരണം അത്ര സമയത്തിനിടയ്ക്ക് മറ്റുള്ളവരെ സഹായത്തിന് വിളിച്ചാലും വന്നു ചേരുന്ന സമയത്തിന് അകം ഓപ്പറേഷൻ നടത്തി സക്സസ്ഫുൾ ആയിട്ട് പോവുക. അയാൾ കയറി വരുന്നത് ആ CCTV ദൃശ്യം നോക്കി എന്ത് കൂളായിട്ടാണ് ഒരു കസ്റ്റമർ വരുന്ന പോലെ ആ 2 വീലർ അവിടെ കൊണ്ടുപോയി പതുക്കെ വെച്ച്, ധൃതിയൊന്നുമില്ല, വളരെ ശാന്തനായിട്ട് കയറി വരുന്നുണ്ട്. ഇറങ്ങി പോകുന്നത് അവിടുന്ന് ബാങ്കിൻ്റെ അകത്തെ പ്രവർത്തനം വലിയ ധൃതിയൊന്നുമില്ല. ഒറ്റയ്ക്ക് അയാൾക്കറിയാം ആ പ്രീസൈസ്ഡ് സമയത്തിനുള്ളിൽ തീർക്കാൻ അയാൾക്കറിയാം. അങ്ങനെ തീർത്ത് കാശുമായിട്ട് പോയി. 45 ലക്ഷം ഇരുന്നതിൽ 15 ലക്ഷം എടുത്തുള്ളൂ എന്ന് പറഞ്ഞപ്പം അത് മറ്റ് ചില കാര്യങ്ങൾ പിടിക്കപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട് പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെട്ടു പോയി. ഇയാൾ ബസ്സിന് കയറി, ഇയാൾ ഇടറോഡിൽ ഇതെല്ലാം കളഞ്ഞിട്ട് ബസ്സിന് പോയതായിട്ടാണ് ഇരിക്കുന്നത്. കാരണം വെള്ള ഷർട്ട്, സാറിന് ആ ഷർട്ടിൻ്റെ ഫുൾ സ്ലീവ് നോക്കിക്കാൻ വെള്ള കളറാണ്. എന്നാൽ അതുകൂടെ ബ്ലാക്ക് ഇടാം, അതിട്ടില്ല. അപ്പോൾ അത് ആൾക്ക് നല്ല വിവരമുണ്ട് കള്ളന്. അതുകൊണ്ട് കാരണം വെള്ള ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ ബസ്സിൽ കയറി അങ്ങ് പോയാൽ പോലെ. അവിടുന്ന് ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറി കഴിഞ്ഞാൽ, മറ്റു ബസ്സൊന്നും ഇഷ്ടം പോലെ പ്രൈവറ്റ് ബസ്സുള്ള സ്ഥലമാണ് ചാലക്കുടി. ഒരു ബസ്സിൽ കയറി അങ്ങോട്ട് പോവുക, അതിനുശേഷം അടുത്ത ബസ്സിൽ കയറുക, പോയി 2-3 ബസ് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു ഓട്ടോയിൽ പോയാൽ അവിടുത്തെ നാട്ടുകാരനാണെന്നല്ലേ ചിന്തിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത് ഒരു ടഫ് കേസ് തന്നെയാണ്. ഇതിലേക്ക് വരാനായിട്ട് സ്വല്പം ബുദ്ധിമുട്ടും കുറച്ച് സമയം എടുക്കുമെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. അത് തന്നെയല്ല, ഇതിനകത്ത് ഇപ്പം ഞങ്ങളൊക്കെ ഉള്ള സമയത്ത് CCTV ദൃശ്യം ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് MO ക്രിമിനൽസ് എന്ന് പറയും, മോഡസ് ഓപ്പറാണ്ടി ക്രിമിനൽസിനെ ഞങ്ങൾ ചെക്ക് ചെയ്യും. കാരണം ഇതുപോലത്തെ ഒരു മോഡസ് ഓപ്പറാണ്ടി കേരളത്തിലെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവില്ല. പക്ഷേ ഇതുപോലെ ടൈം ബൗണ്ടായിട്ട് ചെയ്യുന്നെങ്കിൽ സ്വർണം പൊട്ടിക്കുന്ന ഗ്യാങ്ങിൻ്റെ അംഗങ്ങളെ നോക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതൊരു മോഡസ് ഓപ്പറാണ്ടി വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്. ഈ സ്വർണം പൊട്ടിക്കുന്ന ഗ്യാങ് എയർപോർട്ടിൽ നിന്ന് ആൾ വെളിയിൽ ഇറങ്ങി അതേ സമയത്ത് തന്നെ അവർ ഇൻ്റർസെപ്റ്റ് ചെയ്ത് സാധനം അടിച്ച് മാറ്റുകയാണ്. പട്ടട ക്വിക്കാണ് അവരുടെ ആക്ഷൻ. അപ്പോൾ അതുകൊണ്ട് അത് ആൾക്കാർക്ക് ഇപ്പം വലിയ പണിയില്ലെന്ന് തോന്നുന്നു. സ്വർണം പൊട്ടിക്കാനൊന്നും അധികം ഇപ്പം വാർത്തകളൊന്നും ഞാൻ കാണുന്നില്ല. അതിൽ ലീഡർ ഒരാൾ, അയാളാണ് ഏറ്റവും അതിൻ്റെ ക്ലവറായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവൻ മാത്രം മതി ഈ ഒറ്റയ്ക്ക് ഈ ഓപ്പറേഷൻ അതിലോട്ട് പോകണം. കാരണം പോലീസ് ഇതിനകത്ത് ഒരു പ്രോഗ്രസ് ഇല്ലെങ്കിൽ മറ്റേ MO ക്രിമിനൽസിനെ നോക്കണമെങ്കിൽ സ്വർണം പൊട്ടിക്കുന്ന ഗ്യാങ്ങിനെ നോക്കണം. അത് ഇഷ്ടം പോലെ ഉള്ള സ്ഥലമാണ് പോട്ട, ഇഷ്ടംപോലെ ചാലക്കുടി അതിൻ്റെ കേന്ദ്രമാണ്. കാരണം ധാരാളം ആൾക്കാർ ചാലക്കുടിയിൽ, കേരളത്തിലെ എല്ലാ സ്വർണം പൊട്ടിക്കിൻ്റെ സംഖ്യ നോക്കിക്കഴിഞ്ഞാൽ ചാലക്കുടിക്കാരാണ് കൂടുതലുള്ളത്. കണ്ണൂരായാലും അത് തന്നെയല്ലേ ഇപ്പം ബോംബെയിൽ ഈ അടുത്ത ഹൈവേയിൽ റോബറി നടത്തിയ ചാലക്കുടിക്കാരാണ്. കാരണം അത് തൃശ്ശൂർ ജില്ലക്കാരാണ് അതിൻ്റെ എക്സ്പെർട്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് തൃശ്ശൂർ ജില്ലക്കാരൻ തന്നെയായിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം അയാൾക്കറിയാം നമ്മുടെ പോലീസിനെ നല്ലതായിട്ട്. ഇവിടുത്തെ പോലീസ് നോർത്ത് ഇന്ത്യ വരുന്നവന് ഈ രീതിയിലൊരു ഓപ്പറേഷൻ നടത്താൻ കഴിയില്ല. ഇവിടുത്തെ പോലീസ് എങ്ങനെയാണ്, അത് ബൈക്ക് നോക്കും, CCTV നോക്കും, അത് പറഞ്ഞില്ലെങ്കിൽ ബൈക്ക് നോക്കി കണ്ടുപിടിക്കും. അതൊക്കെയാണ് അവർക്ക് നന്നായിട്ട് അറിയാം. അത് സ്വർണം പൊട്ടിക്കുന്ന ആൾക്കാർക്ക് അത് നന്നായിട്ട് അറിയാം. അപ്പോൾ അത് തന്നെ നോക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് ഒരു പ്രോഗ്രസ് ഇല്ലെങ്കിൽ സ്വർണം പൊട്ടിക്കുന്നവരെ ലിസ്റ്റ് എടുക്കണം. കാരണം കരിപ്പൂരും അതുപോലെ തന്നെ നെടുമ്പാശ്ശേരിയിലുള്ള ആ ഗ്യാങ് കംപ്ലീറ്റ് നോക്കണം. അതിനകത്ത് ഇതേ റിസംബ്ലൻസ് ഉള്ള ആൾക്കാർ ധാരാളം ഉണ്ടാവും.
അത് സെലക്ട് ഒരു കാര്യം കൂടി അവസാനമായി ശ്രീ ജോർജ് ജോസഫ് ചുരുക്കി സമയക്കുറവുണ്ട്. അതായത് ഇപ്പോൾ മലയാളി ക്രൈം കേട്ട് ഉണരുകയും ക്രൈം കേട്ട് ഉറങ്ങുകയും ചെയ്യുന്ന നാടായി മാറുകയാണ്. ഏറ്റവും ഒടുവിലെ കൊല്ലത്തെ ഓച്ചിറയിലെ ഈ ദൃശ്യം കണ്ടല്ലോ. ഓച്ചിറയിലെ ദൃശ്യം എന്താണ്? പട്ടാപ്പകൽ അങ്ങനെ ഒച്ച ദൃശ്യം ആ ബാറിലേക്ക് മുന്നിലേക്ക് എത്തുകയാണ്, തല്ലി മെതിക്കുകയാണ്, ഇഞ്ചപ്പരുവമാക്കിയിട്ട് പോവുകയാണ് ആ ആളുകളെ. അപ്പോൾ ഇവർക്കൊക്കെ എങ്ങനെ ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുക? അതും കേസിൻ്റെ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകളാണ്, നേരത്തെയും ജയിലിൽ കിടന്ന വ്യക്തികളാണ്, അവർ തന്നെയാണ് ഈ കുറ്റകൃത്യവും ചെയ്യുന്നത്. അപ്പോൾ നോക്കണം, എന്തും തോന്നിയതുപോലെ ചെയ്യാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ എന്തുകൊണ്ട് ഒരുങ്ങുന്നു? പോലീസിന്റെ മുൻപിൽ കൂടെ ഏതെങ്കിലും ലഹരി കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പിച്ചാത്തി കൊണ്ടുപോയാലും പോലീസ് അത് അറിയത്തില്ല. വേറെ ഏതോ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ പോലെ പോലീസ് വന്ന് ആരെങ്കിലും മെക്കിട്ട് കയറി അവനെ തല്ലിച്ചതക്കി അവൻ്റെ പല്ലടിച്ച് കുഴിക്കുക, ഇതൊക്കെയാണ് ഇപ്പോൾ പോലീസിൻ്റെ പണി. അപ്പോൾ എവിടെയാണ് നമ്മുടെ സിസ്റ്റത്തിന് പിഴയ്ക്കുന്നത്? അത് തീർച്ചയായിട്ടും ഇപ്പം ആൾക്കാർ പോലീസിനേലും ബെറ്ററായിട്ട് ക്രൈമിനെ പറ്റി അറിയാം. നമ്മൾ എത്ര സിനിമ ഇറങ്ങിയിരിക്കുന്നു, അതിനകത്ത് മാത്രം പഠിച്ചാൽ പോരെ. അപ്പോൾ ദൃശ്യം രീതിയിൽ എത്ര കേസ് നമ്മൾ കേരളത്തിൽ കണ്ടു, അത് അതേപടി പകർത്തി പുതിയ കെട്ടിടം പണിയുന്നതിൻ്റെ അടിയിൽ ആളെ കൊന്നിട്ട് കുഴിച്ചിട്ട് കളയും. അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കാനൊക്കെ വലിയ അത് ദൃശ്യം മോഡൽ കുറേയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ പുതിയത് ഇപ്പം 3-4 സിനിമ ഇറങ്ങിയിട്ട് എത്ര വയലൻസ് ആണ്, ഒരാളെ കൊല്ലുന്നു, കൊച്ചിനെ കൊല്ലുന്നു, എങ്ങനെയാണെന്നൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ട്. അതൊക്കെ നിരോധിക്കേണ്ടതാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാ ക്രിമിനൽസും യങ്സ്റ്റേഴ്സ് ഇത് പഠിച്ചു കഴിഞ്ഞു, അത് ഇവർ നടപ്പാക്കുന്നു. അതിൻ്റെ അകത്ത് കുറച്ചുകൂടെ റിസർച്ച് ചെയ്തിട്ട് പുതിയ സാധനങ്ങൾ കൊണ്ടുവരികയാണ്. അതുകൊണ്ട് ഇത് ഒരു അത് ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നു ശ്രീ ജോർജ് ജോസഫ് അടിയന്തരമായ സംസ്ഥാനത്തെ ഈ ക്രമസമാധാന പ്രശ്നം വെച്ചൊരു അറ്റൻഷൻ വിളിച്ച് അടിയന്തര യോഗം ഉന്നത ഉദ്യോഗസ്ഥരെ ഒരുമിച്ച് വിളിക്കേണ്ട സാഹചര്യമാണ്. കാരണം സംയോജിതമായ ഒരു ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓമന പേരിട്ട് പുതിയ രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഡ്രൈവോ മറ്റോ പേരിട്ട് പ്രത്യേകമായി നടത്തേണ്ട സാഹചര്യമാണ്. കാരണം ഓരോ ദിവസവും ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്, അതാണ് അത്ഭുതം. മുഖ്യമന്ത്രി പറയുന്നത് അവിടെ ഒറ്റപ്പെട്ട സംഭവം, ചെന്താമര കേസ് ഒറ്റപ്പെട്ട സംഭവം, പത്തനംതിട്ടയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒറ്റപ്പെട്ട സംഭവം, അവിടെ പോലീസിന്റെ മുറയിൽ കളയാൻ പാടില്ല. അങ്ങനെ ഓരോ ദിവസവും ഈ പുതുവർഷം ഉണർന്നതിന് ശേഷം ശരാശരി മലയാളികൾ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ തന്നെ ഉള്ളിലൊന്ന് വിലയിരുത്തി നോക്കണം. ഓരോ ദിവസവും നിങ്ങൾ കേൾക്കുന്ന ക്രൈമുകളുടെ, കുറ്റകൃത്യങ്ങളുടെ എണ്ണം. ഏറ്റവും ഒടുവിൽ ഇതാ നമ്മൾക്ക് കേട്ടുകേഴ്വിയില്ലാത്ത, നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരു തട്ടിപ്പ് കൂടി, മഹാതട്ടിപ്പ്. പട്ടാപ്പകൽ കത്തിമുനയിൽ നിർത്തി ബന്ദിയാക്കി പണം 3 മിനിറ്റിനുള്ളിൽ അടിച്ചു കൊണ്ടുപോവുകയാണ്. ആ വ്യക്തി ഇതുവരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ശ്രീ ജോർജ് ജോസഫ് ചുരുക്കി ഒരു പ്രത്യേക ഒരു സാഹചര്യം സംസ്ഥാനത്ത് ഉരുത്തിരിഞ്ഞിട്ടുണ്ടോ? ഇല്ല, മലയാളികൾ നമ്മൾ ആട് മാഞ്ചിയൊക്കെ നമ്മൾ കണ്ടല്ലോ. ഈ പാതി പണത്തിന് സ്കൂട്ടർ കിട്ടുന്നുണ്ട്. എന്തൊരു തട്ടിപ്പാണ് അതിൻ്റെ അകത്ത് നടത്തിയിരിക്കുന്നത്, എന്ത് ഇൻ്റലിജൻ്റ് ആയ തട്ടിപ്പാണ്. ഇതാണ് മലയാളി എന്ന് ഞാൻ പറയുന്നത്. ഇതുപോലത്തെ ഒരു ഓപ്പറേഷൻ മലയാളി എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. കാരണം നമ്മളെ വെല്ലാൻ ഇന്ത്യയിൽ ആരുമില്ല. ആ ലോകത്തിൽ എവിടെ ചെന്നാലും മലയാളി അവൻ്റെ തനിനിറം കാണിച്ചുകൊണ്ടായിരിക്കുന്നത്, പല സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ, ഇനി വളരുന്ന തലമുറയെ നമ്മൾ നന്നാക്കിയെടുത്തേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ സർക്കാരിന്റെ റോൾ അതാണ്, വേണം. സർക്കാർ എന്ത് ചെയ്യണം? കാരണം ഇതൊരു പ്രതിപക്ഷ ആരോപണമല്ല. നിയമസഭയുടെ ഫ്ലോറിലേക്ക് ഈ വിഷയം, ക്രമസമാധാന പ്രശ്നം പരിശോധിക്കണം, ക്രമസമാധാനം സംസ്ഥാനത്ത് തകരുകയാണോ എന്ന പരിശോധിക്കണമെന്ന് പറയുമ്പോൾ അതൊരു പ്രതിപക്ഷ ആരോപണമായിട്ട് മാത്രം കണ്ടാൽ പോരാ. അപ്പോൾ ഒരു പ്രത്യേക അറ്റൻഷൻ, സംസ്ഥാനത്ത് ക്രമസമാധാനം തകർന്നിരിക്കുകയാണ്. അപ്പോൾ അതിനെ നമുക്ക് അല്ല എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത കേസുകളാണ് ഓരോ ദിവസവും സംഭവിക്കുന്നത്. അപ്പോൾ ഒരു അറ്റൻഷൻ പ്രത്യേക രീതിയിൽ യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് ഇതിൻ്റെ സൂക്ഷ്മ പരിശോധന, വിവിധ വകുപ്പുകളുടെ, ഇന്റലിജൻസ് തൊട്ട് എക്സൈസ് വകുപ്പിൻ്റെയും എല്ലാ വകുപ്പുകളുടെയും ഒരു സംയുക്തമായിട്ടൊരു സംവിധാനം പുനഃപരിശോധിക്കേണ്ടി വരുന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞിട്ടുണ്ടോ ശ്രീ ജോർജ് ജോസഫ്? തീർച്ചയായിട്ടും ഉണ്ട്. അത് സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ലോ ആൻഡ് ഓർഡർ കാസർഗോഡ് ട്രിവാൻഡ്രം വരെയുള്ള ധാരാളം ഏജൻസികളുണ്ട്. അവർ എല്ലാവരും ഒരു കോഡിഫൈഡായി ഒരു സംഭവം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അങ്ങനെയുള്ള സംവിധാനം പോലീസിന് ഇപ്പം തന്നെ ഉണ്ട്. കുറച്ചുകൂടെ ലൈവാക്കി, ക്വിക്കാക്കി. കാരണം എല്ലാ സ്ഥലത്തും ഇപ്പം ഈ ഒരു കേസുണ്ടായപ്പോൾ തന്നെ അവർ എറണാകുളം അവർ ഗാർഡ് ചെയ്തിരുന്നു. അതുപോലെ നമ്മുടെ ബോർഡറിൽ അവർ ഗാർഡ് ചെയ്തു. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെ എല്ലായിടത്തും ഗാർഡ് ചെയ്തിരുന്നു. അവിടെയൊക്കെ വന്നാൽ പിടിക്കപ്പെടും. പക്ഷേ അതിനകത്ത് ആളുണ്ടെന്നാണ് പറഞ്ഞത്. അത് കേരള പോലീസ് വളരെ പ്രത്യേകമായിട്ട് എല്ലാ കേസും ഉണ്ടായാലും ഇമ്മീഡിയറ്റ് അത് കുറച്ച് ലൈവാക്കി കളയണം. ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കോഡൻ ചെയ്യണം നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട്. അത് കുറച്ചുകൂടെ വേഗതയിൽ പോകണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇയാൾക്ക് എന്തായാലും ഇയാൾ വെളിയിൽ ഇപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തതനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇയാൾ അവിടെ വിട്ട് പോയിട്ടില്ല. ഇയാൾ തൃശ്ശൂർ ജില്ലക്കാരൻ തന്നെ എന്നാണ് എനിക്ക് തോന്നുന്നത്.
കാരണം പോലീസുമായിട്ട് നല്ല ഇടപഴകി അല്ലെങ്കിൽ തീർച്ചയായും. criminal എന്തായാലും background ശ്രീ ഉള്ള ജോർജ് ജോസ് വളരെയധികം നന്ദി. അനുമാനങ്ങളാണ് നമ്മൾ നടത്തുന്നത്. ഒരുപക്ഷെ അല്പസമയത്തിനകമോ ഇന്നോ പോലീസിന് പ്രതിയെ പിടികൂടാം, കഴിഞ്ഞേക്കാം.